അദ്ദേഹം ആ കൊച്ചുബാലനെ തൃക്കരങ്ങളാൽ വാരിയെടുത്ത് തന്റെ വക്ഷസിനോട് ചേർത്ത് ആശ്ലേഷിച്ചുകൊണ്ട് അവന്റെ ശിരസിൽ 1000 വാത്സല്യ ചുംബനങ്ങൾ അർപ്പിച്ചു. ഭക്തനോടുണ്ടായ കാരുണ്യാതിരേകത്താൽ തീജ്വലിച്ചുകൊണ്ടിരുന്ന ഭഗവാന്റെ നേത്രദ്വയങ്ങളിൽ നിന്നും അശ്രുക്കൾ അടർന്നു വീണു. ഭഗവാന്റെ ഭക്തവാത്സല്യം കണ്ടപ്പോൾ ബ്രഹ്മദേവാദികളുടെ കണ്ണുകളിലും സന്തോഷാശ്രുക്കൾ നിറഞ്ഞു. നിഷ്കാമവും നിഷ്കളങ്കവുമായ ഭക്തിയായിരുന്നു പ്രഹ്ലാദനുണ്ടായിരുന്നത്. ഭഗവാൻ ദയാപുരസരം അവനോട് ചോദിച്ചു, വത്സ, നിനക്കെന്തു വരം വേണം? ചോദിച്ചുകൊള്ളുക, സന്തോഷത്തോടുകൂടി ഞാൻ നൽകാം. പ്രഹ്ലാദൻ തൊഴുതുകൊണ്ടുണർത്തിച്ചു, ഭഗവാനേ, അടിയന് യാതൊന്നിനോടും മോഹമില്ല. ആയതിനാൽ വരമൊന്നും അടിയന് ആവശ്യമില്ല. കാമക്രോധാദി വികാരങ്ങളോ പാപചിന്തകളോ അടിയന്റെ മനസ്സിൽ കയറാതിരിക്കുവാൻ നിന്തിരുവടി അനുഗ്രഹിക്കണം. കൂടാതെ അടിയന്റെ പിതാവ്, അദ്ദേഹം എത്ര തന്നെ ദുഷ്ടനാണെങ്കിലും അടിയന്റെ അച്ഛനാണ്. അദ്ദേഹം ചെയ്തിട്ടുള്ള പാപങ്ങൾ തീർത്ത് അദ്ദേഹത്തിന്റെ ആത്മാവിന് ഗതി വരുവാൻ നിന്തിരുവടി അനുഗ്രഹിക്കണം. അസുര സാമ്രാട്ടായിരുന്ന അദ്ദേഹം ദേവപ്രിയനായ നിന്തിരുവടിയോട് വൈരം കാണിച്ചത് വംശസ്നേഹം കൊണ്ടാണ്. മകനായ അടിയനോട് കാണിച്ച വൈരാഗ്യത്തിനും കാരണം അതുതന്നെയാണ്. കൂടാതെ നിന്തിരുവടിയുടെ സാക്ഷാൽ രൂപത്തിൽ അടിയന് ദർശനം തരണം. വിഷ്ണു ഭഗവാൻ പ്രഹ്ലാദനെ വീണ്ടും ആശ്ലേഷിച്ചു. കുമാരാ, നിന്റെ നിഷ്കാമമായ ഭക്തി നിന്നെ ലോകോത്തമ ഭക്തനും പുണ്യവാനുമാക്കി തീർത്തു കഴിഞ്ഞിരിക്കുന്നു. നീ മൂലം നിന്റെ പിതാവും സർവ പിതൃക്കളും പാപമോചിതരും വിശുദ്ധന്മാരുമായി തീരുന്നതാണ്. നിന്റെ അച്ഛൻ ഒടുവിൽ എന്നിൽ തന്നെ വന്ന് വിലയം പ്രാപിക്കുകയും ചെയ്യും. അദ്ദേഹത്തിന്റെ പൂർവചരിത്രം നാരദൻ നിന്നെ ധരിപ്പിക്കും. എന്റെ സാക്ഷാൽ രൂപത്തിൽ നിനക്കെപ്പോൾ വേണമെങ്കിലും എന്നെ ദർശിക്കാനുള്ള അനുഗ്രഹവും ഞാൻ നൽകുന്നു. ഈ മന്വന്തരം മുഴുവനും നീ അസുര ചക്രവർത്തിയായി വാണ് എന്റെ ഭക്തന്മാരിൽ സർവോന്നതനായി ഭവിച്ച് പുരുഷാർത്ഥം സാധിച്ച് അവസാനം മുക്തിപദം നേടി എന്നിൽ വന്നു ചേർന്നു കൊള്ളുക. ഇപ്രകാരം അനുഗ്രഹങ്ങൾ നൽകി അനന്തശായി അമ്പരാന്തത്തിൽ മറഞ്ഞു. പിതാവിന്റെ സംസ്കാരാദി ചരമക്രിയകൾ വിധിപ്രകാരം നടത്തിയതിനു ശേഷം പ്രഹ്ലാദൻ ആ ചെറുപ്രായത്തിൽ തന്നെ അസുര വംശ ചക്രവർത്തിയായി അഭിഷേകം ചെയ്യപ്പെട്ടു. ഒരു മന്വന്തര കാലം മുഴുവനും രാജ്യഭരണം നടത്തി ഒടുവിൽ സായുജ്യ പദം നേടി ശ്രീനാരായണ പാദപത്മത്തിൽ ലയിച്ചു.